സ്നേഹപൂർവ്വം ശ്യാമ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാധിക തന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ശ്യാമയോടും അമൃതയോടും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. വരുൺ തന്റെ കഴുത്തിൽ താലി കെട്ടിയതാണെന്ന് രാധിക അവരോട് പറയുമ്പോൾ വിശ്വസിക്കാനാകാതെ ഞെട്ടി നിൽക്കുകയാണ് അവർ. തുടർന്ന് കണ്ണു നിറഞ്ഞ ഡാൻസ് സ്കൂളിൽ നിന്ന് പോകുന്ന രാധികയെ വഴിയിൽ വെച്ച് കാർ നിർത്തി വരുൺ അവിടെ വന്ന് സംസാരിക്കുകയാണ്. രാധിക സിനിമയിൽ അഭിനയിക്കരുതെന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, എന്റെ അച്ഛൻ എനിക്ക് സമ്മതം നൽകിയാൽ എന്തായാലും ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുമെന്ന്. ഇത് കേട്ട് വരുൺ രാധികയെ നോക്കുമ്പോൾ കണ്ണു നിറഞ്ഞ് രാധിക വരുണിനെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ രാധികയെ അങ്ങനെ വിട്ടുകളയാൻ നമ്മുടെ വരുണിന് കഴിയില്ല. വരുൺ പ്രിയങ്കയെ കൂട്ടിക്കൊണ്ട് തന്ത്രിയെ കാണാൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഈ സമയം ഇന്ദ്രജിത്ത് മേനോന്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പൂജാ ചടങ്ങിന് വേണ്ടി രാധിക ക്ഷേത്രത്തിലേക്ക് വരികയാണ്. തന്ത്രിയുടെ തീരുമാനം എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് വരുണും പ്രിയങ്കയും രാധികയും. രാധികയെ നോക്കിക്കൊണ്ട് നമ്മുടെ തന്ത്രി പറയുന്നുണ്ട്, ഇതെന്റെ മോളെ തേടി വന്ന ഒരു ഭാഗ്യമാണ്, അതുകൊണ്ട് തന്നെ ഇത് വേണ്ടാന്ന് വെക്കരുതെന്നാണ് എന്റെ തീരുമാനം എന്ന് പറയുകയാണ്. ഇത് കേട്ട് ഞെട്ടി കണ്ണു നിറഞ്ഞ ദേഷ്യത്തോടു കൂടി അച്ഛ എന്ന് വിളിക്കുകയാണ് പ്രിയങ്ക. ഇത് കേട്ട് സന്തോഷിക്കുകയാണ് രാധിക. ഈ സമയം നമ്മുടെ വരുൺ രാധികയെ നോക്കുന്നുണ്ട്. ഇപ്പോൾ രാധികയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അച്ഛന്റെ സമ്മതം കിട്ടിയിരിക്കുകയാണ്. തന്ത്രിയുടെ സമ്മതം കിട്ടിയതോടുകൂടി ആരെതിർത്താലും താൻ ആ സിനിമയിൽ അഭിനയിക്കും എന്ന വാശിയോടെയാണ് രാധിക. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.